എടാ നീ വിചാരിക്കും പോലെ അവളുടെ മനസ്സിലെങ്കിൽ നീ ഇല്ല. അങ്ങനെയായിരുന്നു അവർ നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നേനെ. ഇതിപ്പോ എത്ര വർഷമായടാ ഇത് ഇവിടെ. ചൂട്. ഞാനിനി ഇവിടെ നിൽക്കണില്ല, എങ്ങോട്ടെങ്കിലും പോവാ. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. കാശൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. നീ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്ക്. ഇവിടെ വന്നാൽ നീ അവളെ ആലോചിച്ച് വെറുതെ വിഷമിച്ചിരിക്കുള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. അവളാ കായലുമതിയുടെ പെങ്ങളാ. 10 പൈസയില്ല മൂട്ടി തുണിയില്ലാത്ത നിന്റെ പുറകെ അവള് വരൂല. മിനിമം ഒരു പുളുങ്കൊമ്പലെങ്കിലും അവള് കയറി പിടിക്കുള്ളൂ, അതുറപ്പാ. നീ കഴിക്ക. ചായ ഷുഗറാ, ലഡു എടുക്കാം. ലഡു ഉള്ളു. ജോവലിന് അമേരിക്കയിൽ മാത്രമല്ല ബിസിനസ്, വേറെ പല രാജ്യങ്ങളിലും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ കാണുന്നതിന്റെ നേർ പകുതി അത് അവൾക്കുള്ളതാ. ഓ ആയിക്കോട്ടെ. ജോയലിന് കുട്ടിയെ കാണാൻ ഒരു ആഗ്രഹം, അതാ പെട്ടെന്ന് വന്നത്. ഈ നമ്മൾ ഈ സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാകുമ്പോഴേ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കണം, ഇല്ല അമ്മേ? അല്ല, ഈ അമേരിക്കയിലൊക്കെ കായൽ നല്ല ഒരു ഇതല്ലേ? അല്ല, ഈ കായലെന്ന് പറയുമ്പോൾ അതാണല്ലോ ഈ ഒരു സാമ്പത്തികം. എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. അവരെ അനുസരിക്കാൻ എനിക്ക് പാവൂ. എനിക്കറിയാം, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. വീട്ടുകാർക്കറിയാവുന്നൊരു അമേരിക്കൻ ഫാമിലിയാണ്. അവരിന്നലെ വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞുറപ്പിച്ചു. എന്തത്? ആനി ഒരു മിനിറ്റ്. എടാ ഇത്രക്ക് ഇമോഷണൽ ആവണ്ട, കുറയ്ക്ക്. ബി ബോൾഡ്. ഇതിന്റെ കണ്ണിൽ ഗ്ലിസറിനൊക്കെ വരട്ടാണ്. ഗ്ലിസറിനൊന്നും ഇട്ടിട്ടില്ല, പിന്നെ അറിയാണ്ട് നനഞ്ഞു പോണതാ. എന്താ പറ്റി? കണ്ണല്ലോ പോയാ? ജീവിതത്തിലാണെങ്കിലും അവൾക്ക് തന്നെയല്ലടാ എന്നോട് പറയാനുള്ളത്. വെറുതെ കൊണ്ടുവരാക്കല്ലേ. വന്നേ, നാണക്കെടുത്തല്ലേ. അതെ, നെക്സ്റ്റ് ഡയലോഗ് എന്താണെന്ന് വെച്ചാല്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറയാം. എന്നിട്ട് ലെഫ്റ്റ് ഔട്ട് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ? അതൊക്കെ റെഡിയാ. നീ ആ ഫ്രെയിമിൽ നിന്ന് മുടി എടുത്ത് മാറ്റ്. ഓക്കെ, എടുക്കാം. റെഡി അല്ലേ? റെഡി. ഓക്കെ സാർ. സൺ ക്യാമറ റോളിംഗ് ആണ് സാർ, റോളിംഗ് ആണ്. ആക്ഷൻ. ഇനിയൊരിക്കലും നേരിൽ കാണരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോ പോകുന്നത്. പതിയെ ഗുഡ് ബൈ പറഞ്ഞ് ഫ്രെയിം ഔട്ട് ആയിക്കോ. ഇനി ഇതല്ലേ കാണിക്കണം. ഗുഡ് ബൈ പറഞ്ഞു പോവാനല്ല, കുഞ്ഞുനാൾ മുതലേ ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ടു നടന്നത്. സാറേ, ആ ഡയലോഗ് ഇല്ലാത്ത കട്ട് പറ. ഇല്ലില്ല, പോണോടത്തോളം പൊക്കോട്ടെ. പൊക്കോട്ടെ. എന്നെങ്കിലും നീ ഇത് എന്നോട് പറയുമെന്നോർത്തിട്ടാ ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നത്. സാരല്ലടാ, ഇരിക്കൂർ വീട്ടിലെ ജോസിന്റെയും കത്രീനയുടെയും മകളായ ആനയെ കേട്ടാൻ നീ റെഡിയാണോ? കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തോളാം, ഞാൻ വിളിക്കാം. ബൈ.
ഞാൻ കൊണ്ടുവന്ന ആലോചന വേണ്ടാന്ന് വെച്ച് നിന്റെ പെങ്ങള് പോയി കണ്ടെത്തിയ പുതിയ ബന്ധം കൊള്ളാം. എടാ നീയൊക്കെ എവിടത്തെ ആങ്ങളെയാ ആൽബി? ഞാനിത് എന്നാ ചെയ്യാനാച്ചോ? ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കുകയല്ല. എടാ പെമ്പിള്ളാർക്ക് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും. പക്ഷേ പറയേണ്ടവര് പറയേണ്ട പോലെ പറഞ്ഞാൽ അവര് പിന്മാറും. ആൽബി, ഈ സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ഹലോ. പ്രൊഫസറെ, ഞാൻ ആനിയുടെ ബ്രദറാ ആൽബി. പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നിന്നെ വളർത്തി വലുതാക്കിയത് അവരല്ലേ? നിന്റെ പഠിപ്പും കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അവനെക്കുറിച്ച് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ അറിഞ്ഞത് വെച്ച് വളരെ വൃത്തികെട്ടവനാ. പിന്നെ ഈ പ്രേമം, അതൊരു പ്രേതത്തെ പോലെ അവിടെ കണ്ട് ഇവിടെ കിടന്ന് പലരും പറയും. ഇങ്ങോട്ട് നോക്ക്, ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനമില്ല. നന്നായി പഠിക്കുക, പഠിപ്പ് മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഒക്കോ. എനിക്ക് ഈ പറഞ്ഞാളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശില്പ, ഞാൻ അവനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു. നാട്ടിൽ ഇത്ര മനകെട്ടൊരുത്തം വേറെ ഇല്ല. എനിക്ക് എന്റെ പെങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റുമോ? ശില്പ എങ്ങനെയെങ്കിലും പറഞ്ഞ അവളൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കണം പ്ലീസ്. എടാ ലിയോണേ, നീ എവിടെയാടാ? ഞാൻ ബീച്ചിലുണ്ട് ചേട്ടായി. നിന്റെ വിവരമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടായി. പിന്നെ ചെറിയൊരു സിനിമ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എടാ ഈ കായലിന്റെ പശ്ചാത്തലൊരു സിനിമ എടുക്കാൻ എന്നെ വയസ്സാവൂടാ? അതിപ്പോ പറഞ്ഞ അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല, ഒരു 3-4 സീറിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നേ. നീ ഒരു പണി ചെയ്യേ, നീ നാളെ വൈകിട്ട് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വാ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. മോളെ, ഇനി നീ അവനായിട്ട് ഒരു ബന്ധത്തിന് നിൽക്കണ്ട. കാശിന് വകയില്ല, കേറിക്കെടുക്കാൻ ഒരു കൂരയില്ല. ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് നോക്കി. എന്നാലും കാര്യം കഴിഞ്ഞ് അവൻ ഇട്ടേച്ച് പോലെന്ന് എന്നാടി കൊച്ച ഉറപ്പ്? മോളെ, നീ ചേട്ടായി ഒന്ന് പറയുന്നത് കേക്ക്. നിന്റെ പ്രൊഫസർ, നമ്മുടെ ശില്പ, ലിയോൺ, ഇവരാരെങ്കിലും ഒരാൾ അവനെ പറ്റി നല്ലത് പറഞ്ഞോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചേനെ. ഇതിപ്പോ പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. എടാ മോനെ, നീ അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ചെയ്തു പോയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് പ്രായശ്ചിത്തം ഫാദർ? അവളുടെ ചേട്ടൻ എനിക്കറിയാം. ആനി എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമാണ്. അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ. എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലും. എല്ലാത്തിനും ഞാൻ കൊല്ലും.
പേടിച്ചില്ലേ? പേടിക്കണ്ട. നിങ്ങളിൽ ഒരാളെ ഞാൻ ജീവനോടെ പുറത്തു വിടും. കാരണം ആനിയെ വിനു സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് അവൾ അറിയണ്ടേ? അതാരാണെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളിൽ ഏറ്റവും നന്നായി എനിക്കിഷ്ടപ്പെടുന്ന കഥ പറയുന്ന ഒരാളെ ഞാൻ പുറത്തു വിടും. വെറും കഥയല്ല, നിങ്ങളുടെ പ്രണയകഥ. പ്രണയമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചത്. നാളെ എൻ്റെ ആനയുടെ മനസ്സമ്മതം.